വെൽക്കം ബാക്ക് ടു ജിനോ ബ്ലോഗ്. ഇന്നത്തെ നമ്മളുടെ ഒരു ഈ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്ലാന്റിക്സ് എന്ന് പറയും. അറ്റ്ലാന്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ കം റിസോർട്ടാണ്. അത് പാം ജുമേറയുടെ അഗ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മറക്കരുത്, അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് അതെന്താ പറയുന്നത്, ദുബൈയിലെ തന്നെ ആർക്കിടെക്ചറിന്റെ ഒരു എന്താണ് പറയുന്നത്, അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മനസ്സിലാകത്തുള്ളൂ. ഒരു ചെറിയ കെട്ടുകഥകളെ അടിസ്ഥാനമാക്കി, അറേബ്യൻ കെട്ടുകഥകളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു രൂപഭംഗിയാണ് ആ ബിൽഡിങ്ങിന്. അപ്പൊ അതിന്റെ പേര് അറ്റ്ലാന്റിസ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാം ജുമേറയിലാണ്. അപ്പോൾ അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, മറക്കരുത്. അപ്പോൾ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അറ്റ്ലാന്റിസിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, കോൾഡ് സ്റ്റോറേജ് അല്ല, ഇതെല്ലാം അതിന്റെ ഉള്ളിലെ കാഴ്ചകളാണ്. നമ്മൾ ആ റിസോർട്ടും ഹോട്ടലിലേക്ക്, അതിനുള്ളിലേക്ക് എൻട്രൻസ് ഇല്ല. ഇതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസിൻ്റെ അവിടെ കാണുന്ന കടകളാണ്. ഇതെല്ലാം അത് സന്ദർശിച്ച് വരുന്ന ആളുകളാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസോർട്ട് എല്ലാം ചേർന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഫയർ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹൗസ് ആൻഡ് ബാർ ആണ്. കണ്ടില്ലേ, ഇതിന്റെ രൂപഭംഗി കണ്ടില്ലേ, സ്റ്റേക്ക് ഹൗസ് ആൻഡ് ബാർ, പഴയ കാലത്തെ ഒരു ഇതാണ്. ഇവിടെ അഡ്വഞ്ചർ ബുക്കിങ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനുള്ളിൽ അക്വേറിയവും വാട്ടർ പാർക്ക് എന്നിങ്ങനെ അടങ്ങിയതാണ് ഈ ഹോട്ടല്. വിആറോടോ ഇതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കടകളാണ്. കണ്ടില്ലേ, ഇന്നർ വെയറുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ വാട്ടർ പാർക്ക് ഉണ്ട്, അതാണ് ഇത് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇത് ചെയ്തേക്കുന്നത്. സ്വിമ്മിങ് ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്റർടൈൻമെന്റിന് വേണ്ടി വരുന്ന ഒരു ഏരിയ ആണ്. നല്ലൊരു എന്റർടൈൻമെന്റ് ആണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരാണ്. കണ്ടില്ലേ, അറ്റ്ലാന്റിക്സ്. ഇതൊക്കെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. അറ്റ്ലാന്റിക്സിലേക്ക് പോകാനുള്ള ടിക്കറ്റുകൾ എടുക്കുന്ന സ്ഥലമാണ്. ഉണ്ടല്ലേ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ടൂറിസ്റ്റുകൾ വന്നതാണ്. ടൂറിസ്റ്റുകൾ വന്ന് അവർക്ക് ഇൻഫർമേഷനുകളൊക്കെ കൊടുക്കുകയാണ്. ടൂറിസ്റ്റുകളെല്ലാം വന്ന് അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്, നല്ല ഗൈഡൻസ് കൊടുക്കുകയാണ്, എങ്ങോട്ടൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം. ഇതെല്ലാം ടിക്കറ്റ് കൗണ്ടറാണ്. കണ്ടില്ലേ, ഇതിനുള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ അത് കയറ്റി വിടത്തുള്ളൂ. ഇതിന്റെ അക്വേറിയത്തിന്റെ അഡ്മിഷൻ ഫിഷ് ടെയിൽ ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കയറി നമുക്ക് ഇത് ചെയ്യാം. അഡൽട്ട് 45, ഡേ വിസിറ്റർ 160 ആണ്, ചൈൽഡ് 45, ഇൻഫന്റ് ഫ്രീ ആണ് 2 ഇയേഴ്സിന് ബിലോയിൽ. മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ബാറുകളും പബ്ബുകളും എല്ലാം അടങ്ങിയ ഒരു കണ്ടില്ലേ. വേവ് ഹൗസ്, നമ്മൾക്ക് പോകേണ്ടതായ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്. ഇതിന്റെ മുകളിലത്തെ രൂപഭംഗി കണ്ടില്ലേ, ഇതെല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ഒന്നാണ്. കണ്ടില്ലേ, ഇത് സ്ട്രീറ്റ് പിസ്സ ഗ്രാംസാൻ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം, ബർഗർ, സ്മാഷ് ബർഗർ 78 ദിർഹംസ് ആണ് ഇതിന്റെ ബർഗറിനൊക്കെ
നല്ല എക്സ്പെൻസീവ് ആണ്. കണ്ട ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ എല്ലാം ഏഷ്യ റിപ്പബ്ലിക് കണ്ടില്ലേ, ഏഷ്യ റിപ്പബ്ലിക്. എനിക്കൊന്ന് ചൈനീസ് ആണെന്ന് തോന്നുന്നു. കോംബോ മീൽ 125 dirhams ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പാർക്കിലേക്കുള്ള എൻട്രി ആണ്. വേൾഡ് ലാർജസ്റ്റ് വാട്ടർ പാർക്കാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതിനൊക്കെ ഇവിടാണ് ചാർജ്. ഹോട്ടൽ ഗസ്റ്റ് എൻട്രൻസ്. ഇവിടെ ഡോൾഫിനെ കാണാനും അതിനെ ഗ്രീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 399 ചിൽഡ്രന്. നല്ല റേറ്റ് ആണ്. അഡൾട്ടിന് 380. അത് വാട്ടർ പാർക്കിന് ടിക്കറ്റ് 380. ഡോൾഫിനെ കാണണമെന്നുണ്ടെങ്കിൽ അതിനെ പിടിക്കണമെങ്കിൽ 475 450 രൂപയൊക്കെയാണ്. പിന്നെ ആനുവൽ പാസ് ഒക്കെ ഉണ്ട്. ആ കാണുന്നതൊക്കെ വാട്ടർ പാർക്കാണ്. ഡോൾഫിൻ്റെ വേറെ ഉണ്ട്. ഡോൾഫിൻ എൻട്രി ഇതിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 24 hours ഉണ്ടെന്ന് തോന്നുന്നു വാട്ടർ പാർക്ക്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാം. ഇത് കണ്ടില്ലേ, രൂപഭംഗികൾ കണ്ടില്ലേ. നമ്മൾക്ക് ബാക്കി കാഴ്ചകളിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുമോ? നിങ്ങളപ്പം വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, മറക്കരുത്. വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ മറക്കരുത്. എന്നാൽ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം. ഇവിടുത്തെ ഇതിനുള്ളിലത്തെ ഓരോ ഡിസൈനുകൾ നമ്മൾ കണ്ടില്ലേ. ഇതിനുള്ളിലെ പല പല ഡിസൈനുകളാണ്. ഓരോരോ പാറ്റേൺ ആണ് ഓരോ വാളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ പാറ്റേണുകളാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ നിറയെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മൂവ് ആവുകയാണ്. അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ഈ ലൈറ്റുകൾ കണ്ടില്ലേ, ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ്. ഉണ്ടല്ലേ. ഇത് ബുക്ക് സ്റ്റോളുകളുണ്ട്. ഇവിടെ ബുക്ക് സ്റ്റോളുകളുണ്ട്. നമ്മുടെ സ്വിമ്മിങ് ഡ്രസ്സുകൾ വാങ്ങിക്കാം. എല്ലാ രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം മോണോ റെയിലിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഹോട്ടല്. കണ്ടില്ലേ. ഇത് മോണോ റെയിൽ സ്റ്റേഷനാണ്. മോണോ റെയിൽ സ്റ്റേഷനാണ്. ഇതാണ് മോണോ റെയിലിന്റെ ബ്രിഡ്ജാണ്. ഇതുവഴിയാണ് ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. മോണോ റെയില്, ട്രാം, മെട്രോ, ഇങ്ങനെ 3 ട്രാൻസ്പോർട്ട് ടൈപ്പാണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്റെ കൂട്ടുള്ള ഒരു ഇതാണ്. അതായത് ഒരുപാട് ബോഗികളുമായിട്ടുള്ള കമ്പാർട്ട്മെന്റ് പോലുള്ള ഇതാണ്. അല്ല, ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ട്. നമുക്ക് മറൈൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ടാക്സി ഉണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഇതുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലാന്റിസിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മെട്രോ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ടാക്സി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ നിങ്ങൾക്കിപ്പോൾ മെട്രോയിൽ വരണം എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ മെട്രോ സിറ്റി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അവിടെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ട്രാം യൂസ് ചെയ്യാം. ട്രാം യൂസ് ചെയ്ത് പാം
എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് മോണോ റെയിൽ പിടിക്കാം. ഇതൊക്കെ ടൂറിസ്റ്റുകൾ വന്ന ബസ്സാണ് കേട്ടോ. ഗൈഡ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകൾ വന്ന് ഇതെല്ലാം ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഓരോ ദിവസവും എത്ര ടൂറിസ്റ്റുകളാണ് വരുന്നത് അറിയാം. അവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഹോട്ടലിൽ താമസിച്ച് ഒരു ഗ്രൂപ്പ് ടൂറുകളായിരിക്കും കൂടുതലും. അതുകൊണ്ടാണ് ഈ വലിയ ബസ്സുകൾ കൂടുതൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന, കൊറിയ, ഇവിടെ നിന്നെല്ലാമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ കണ്ടമാനം ഇവിടെ വരുന്നത്. ഇതാണ് മോണോറെയിൽ സ്റ്റേഷനാണ് ആ കാണുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് അറ്റ്ലാന്റിക്സ് എന്ന് പറയുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് പറയും. ഈ കാണുന്നത് ഒരു എന്താണ് പറയുന്നത്, ഈ ഹോട്ടലില് ഈ റിസോർട്ടുകളെല്ലാം ഈ ഏരിയയിൽ ആദ്യമായിട്ട് വന്നൊരു ബിൽഡിംഗ് ആണിത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനിർമ്മിതിയായിട്ടുള്ള ഒരു ഐലൻഡാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതുമല്ല. അപ്പോൾ മനുഷ്യനിർമ്മിതിയായിട്ടുള്ളത് ഇതിന്റെ നമ്മൾ ഏരിയൽ വ്യൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് മനസ്സിലാവും. പാം ജുമേറ എന്ന് പറയും. അപ്പം ഫിലിം സ്റ്റാർസുകളാണെങ്കിലും എല്ലാം ഈ ഒരു ഏരിയ ചുറ്റുവട്ടത്താണ് താമസിക്കുന്നത്. നമ്മുടെ ഷാരൂഖ് ഖാൻ ആണെങ്കിലും ബോളിവുഡിന്റെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് ആക്ടേഴ്സുകളെല്ലാം ഇവിടാണ് അവർ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഇതാണ് അറ്റ്ലാന്റിക്സ്. ഇത് UAE നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായി കാണേണ്ട ഒരു ഹോട്ടലാണ് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ദുബൈയുടെ വണ്ടിയാണ്, ടൂറിസ്റ്റ് വണ്ടിയാണ്, സൈറ്റ് സീയിങ്. നിങ്ങൾക്ക് മുകളിലെ ഡെക്കിലിരുന്ന് നിങ്ങൾക്ക് എല്ലാം ആസ്വദിക്കാം. അറ്റ്ലാന്റിക്സ് അറ്റ്ലാന്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു ഹോട്ടലില് ഒരു ദിവസം താമസിക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒക്കെ ഒരുപാട് മടങ്ങുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ് ഇവിടെ താമസിക്കുന്ന കാര്യം. ഇതാണ് അറ്റ്ലാന്റിക്സിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. കണ്ടില്ലേ? ഇത് ഏകദേശം വൈകുന്നേരം 4:30 മണിക്കുള്ളൊരു വ്യൂ ആണ്. ഇപ്പം 4:30 ആയിട്ടും ഇവിടുത്തെ ചൂടിനൊരു കുറവില്ല. 4:30 ആകുമ്പോൾ ഇച്ചിരി ചൂട് കുറയുമെന്നാണ് കരുതിയത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഇതനുസരിച്ച്. പക്ഷെ ഇപ്പോഴും ആ ചൂടിനൊരു ചൂടിന് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ വെയിൽ അങ്ങോട്ട് താഴ്ന്നിട്ടില്ല. കണ്ടില്ലേ? ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള അറ്റ്ലാന്റിസിന്റെ എന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ കം റിസോർട്ടാണിത്. കണ്ടില്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കടലാണ്. കണ്ടില്ലേ? ഹെലികോപ്റ്റർ, പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളും എല്ലാം ഉണ്ട്. എല്ലാ ഫെസിലിറ്റികളും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? ഈ അറ്റ്ലാന്റിസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിന്റെ ഓരോ റൂമിലും അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ഹോട്ടലാണ് ഈ അറ്റ്ലാന്റിക്സ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഉള്ളിലേക്കൊന്നും കടത്തി വിടത്തില്ല. ഉള്ളിലേക്കൊന്നും അങ്ങനെ കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മള് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി അടുത്ത നമുക്ക് മോണോറെയിലെ കയറി JBR എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. JBR
അപ്പൊ അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം. നമ്മള് എന്റെ കൂടെ നിങ്ങളും വരണം കേട്ടോ. അപ്പൊ മറക്കരുത്, എന്റെ കൂടെ തന്നെ വന്നു. അഡ്വഞ്ചർ സ്റ്റേഷനിലേക്ക് പോവാണ്. മോണോറെയിൽ സ്റ്റേഷനാണ്. മോണോറെയിൽ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ JBRലേക്ക് പോവാം. മോണോറെയിൽ സ്റ്റേഷൻ ഓരോ പേരുകളും നമ്മളിവിടുത്തെ ടിക്കറ്റാണ് ഉണ്ടല്ലേ. This one? Okay, thank you. Not working? No, working. This one? Then going upstairs? Okay, thank you. അത് ഇവിടെ വിസിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണ്. അതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. ഇതെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. മോണോറെയിൽ എന്ന് പറയും. മോണോറെയിലാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത്. ഇത് മലയാളികളാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തോണ്ട് ഇതാണ് മോണോറെയിൽ. മോണോറെയിലിന്റെ ഉൾവശമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് പോയില്ല, പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കണ്ടോ, മോണോറെയിൽ പോവാണ്, മുന്നോട്ട് പോവാണ്. കണ്ടില്ലേ, ഈ കാണുന്ന ചെറിയ ഒരു പാലത്തിൽ കൂടിയാണ് അത് പോകുന്നത്. കണ്ടില്ലേ, കണ്ടോ, ഒരു ചെറിയ ഒരു കണ്ടോ ആ ഒരു അതിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. കണ്ടില്ലേ, ഇതാണ് മോണോറെയിൽ എന്ന് പറയും. മോണോറെയിലും മെട്രോയും ട്രാം, ഇങ്ങനെ 3 ടൈപ്പിലുള്ള സിസ്റ്റം ഉണ്ട് ഇവിടെ. അതിലെല്ലാം ഓരോന്നും അതിന്റെ വ്യത്യസ്തങ്ങളാണ്, ഓപ്പറേഷനാണ്, എല്ലാ കാര്യങ്ങളും. കണ്ട ആളുകളെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ് മുന്നിൽ നിന്ന്. കണ്ടോ, കണ്ടില്ലേ, അത് മുന്നോട്ട് പോവുകയാണ്. ഇത് 2 ടൈപ്പിലുള്ള, ഒന്ന് അങ്ങോട്ട് പോകാനും ഒന്ന് റിട്ടേൺ വരുന്നതാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ കാണുന്നത്. അല്ലാതെ ഈ 2 ഇതിൽ കൂടിയല്ല ഇത് പോകുന്നത്. ഇതിന്റെ നടുവശമാണ്, ഈ ട്രെയിനിന്റെ നടുവശമാണ് ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്, ഉറപ്പിച്ചു വെക്കുന്നത്. കണ്ടില്ലേ, പല പല വില്ലകളാണിത്. കണ്ടില്ലേ, ഈ വില്ലകളെല്ലാം താമസക്കാരുണ്ട്. ഇതിലെല്ലാം നമ്മൾക്ക് വിലയ്ക്ക് വാങ്ങാവുന്ന ടൈപ്പുള്ള വില്ലകളാണ് ഇതെല്ലാം. കണ്ടില്ലേ, എന്ത് മനോഹരമാണല്ലേ. നല്ല പച്ച മരങ്ങളും ജലാശയങ്ങളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വില്ലകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിന്റെ ഓരോ ബാക്ക് സൈഡ് ഫ്രണ്ടും എല്ലാം, ഫ്രണ്ട് സൈഡ് റോഡ്, ഇതിന്റെ ബാക്ക് സൈഡ് വെള്ളത്താൽ ചുറ്റപ്പെടി. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് വളരെയധികം ആകർഷണമായിട്ടുള്ളത്. ഇതൊരു പനയുടെ ഷേപ്പാണ് ഈ ഒരു ദ്വീപിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പനയുടെ ഷേപ്പാണ്. അത് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ളൊരു വ്യൂ നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടില്ലേ ഇത് പോകുന്നത്, ഇത് മോണോറെയിൽ പോകുന്ന കണ്ടില്ലേ, ഈ ഒറ്റ ഒരു നടുക്കൂടെ പോകുന്ന സാധനത്തേലാണ് പോകുന്നത്. കണ്ടില്ലേ, ഇത് രസമുള്ള കാഴ്ചകളാണ്. കണ്ടില്ലേ,
നമ്മൾ താഴോട്ട് നോക്കുമ്പോ എന്തുമാത്രം പച്ച കളറാണ് കണ്ടില്ലേ മരങ്ങളുടെയും. കാര്യം ഈ മരുഭൂമി പോലൊരു സ്ഥലത്ത് ഇവർ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു എന്താണ് പറയുന്നത്, അവരുടെ ഒരു കഴിവ് ഭയങ്കരം തന്നെ. അവരുടെ മുൻകൂട്ടി കാണുന്നതിനുള്ള കഴിവ് അത് ഭയങ്കരമായിട്ട് അവരെ സമ്മതിച്ചേ പറ്റും. ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും അവർ അനൗൺസ്മെന്റ് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. ഇതൊരു സ്റ്റേഷനാണ് ഈ വരുന്നത്. എന്താ ഇതൊരു സ്റ്റേഷൻ. പാം ജുമേറായിന്ന് അറ്റ്ലാന്റിസ് വരെയാണ് പോയത്. പാം ജുമേറായിന്ന് അറ്റ്ലാന്റിസ് വരെ നമുക്ക് മോണോ റെയിലാണുള്ളത്. ഇനി ഇവിടുന്ന് വേണം നമുക്ക് ട്രാം പിടിക്കാൻ. ഇവിടുന്ന് ഇനി ട്രാം പിടിച്ചിട്ട് നമ്മൾ JBR എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. JBR എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുമേറ ബീച്ച് റെസിഡൻസ് എന്ന് പറയുന്ന സ്ഥലമാണ്. JBR 1, 2 എന്നത് ആ ഏരിയയിലേക്കെല്ലാം ട്രാം ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പാം ജുമേറ ഇവിടുന്ന് നിങ്ങൾ മോണോ റെയിൽ പോവുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറയുന്നത് ഈ മോണോ റെയിലിൽ വൺ സൈഡ് 15 ദിർഹമാണ്. രണ്ട് സൈഡ് നിങ്ങൾ പോയിട്ട് വരുമ്പോൾ 30 ദിർഹംസ് നിങ്ങൾ പേ ചെയ്യണം. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. അത് ഇവിടുന്ന് തന്നെ എടുക്കണം. അതല്ല നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷനിലെ NOL കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 40 ദിർഹംസ് ആണ്. നിങ്ങൾക്ക് 20 ദിർഹംസ് വൺ സൈഡ്. അപ്പോൾ ഏറ്റവും നല്ലത് പാം ജുമേറയിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ടിക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. 30 ദിർഹംസ് ആണ് പെർ പേഴ്സൺ. 15 ദിർഹം വൺ സൈഡ്, റിട്ടേൺ 30. അപ്പം മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.